ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും 2025 പുതുവർഷത്തിലാണെങ്കിൽ ഉത്രാടം നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. സൗമ്യ സ്വഭാവക്കാരായിട്ടുള്ള ഈ ഉത്രാടം നക്ഷത്രക്കാർ സ്നേഹബന്ധത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ഒരു വ്യക്തിയെ സ്നേഹിച്ചാൽ പിന്നെ ആ സ്നേഹബന്ധത്തെ മറക്കാതെ സൂക്ഷിക്കുന്നവരും കൂടിയാണ്. കുറേ അധികം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഈ ഉത്രാടം നക്ഷത്രക്കാർ അവർ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും അതിൽ വൃത്തിയും ആത്മാർത്ഥതയും കൂടുതലായിട്ടും കാണിക്കുന്നവരാണ്. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ വേദനിക്കുന്നവർക്കായാലും വിഷമിക്കുന്നവർക്കായാലും സഹായം ചെയ്യുവാൻ ഒരു മടിയും ഈ നക്ഷത്രക്കാർ കാണിക്കാറില്ല. ഇങ്ങനെ സഹായ മനസ്ഥിതി എല്ലാം ഉണ്ടെങ്കിലും സഹായികളിൽ നിന്ന് എന്തെങ്കിലും മനോവിഷമതകൾ വന്നാലോ കുറച്ചു കാലം ആ വിഷമതകളെ മനസ്സിൽ സൂക്ഷിക്കുമെങ്കിലും ശത്രുതയോ വൈരാഗ്യബുദ്ധിയോ ഇവർ കാണിക്കാറില്ല. എന്നാലോ ചെറുപ്പം മുതൽ തന്നെ അധ്വാനശീലരായതുകൊണ്ട് ഇവരുടേതായിട്ടുള്ള ജീവിതത്തിൽ പല സമയങ്ങളിലും ഉയർച്ച താഴ്ചകളും വിഷമാവസ്ഥകളും വരാറുണ്ട്. എന്തൊക്കെ ബുദ്ധിമുട്ടുകളും വിഷമാവസ്ഥകളും ഇവർക്ക് വന്നാൽ പോലും താൻ ആഗ്രഹിച്ചതായിട്ടുള്ള ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ നിരന്തരം പരിശ്രമിക്കുന്നവരാണ് ഈ ഉത്രാടം നക്ഷത്രക്കാർ. വളരെയധികം സൗമ്യ സ്വഭാവക്കാരാണെങ്കിലും ഇവരെ കൂടുതലായിട്ട് നിയന്ത്രിക്കുന്നതോ ഉപദേശിക്കുന്നതോ ഇവരുടേതായിട്ടുള്ള പോരായ്മകൾ പറയുന്നതോ ഒന്നും ഇവർക്ക് ഇഷ്ടമാകാറില്ല. ചില സമയങ്ങളിലാണെങ്കിൽ നിസ്സാര കാര്യത്തിന് പിണങ്ങുന്നവരും ദേഷ്യം വരുന്നവരും കൂടിയാണ് ഈ നക്ഷത്രക്കാർ. എന്നാലോ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ നിരന്തരം പരിശ്രമിക്കുന്നവരും ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരും കൂടിയാണ് ഈ ഉത്രാടം നക്ഷത്രക്കാർ. ധനുരാശിയിൽ 15 നാഴികയും മകരം രാശിയിൽ 45 നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ്, മനുഷ്യഗണ നക്ഷത്രമാണ് ഈ ഉത്രാടം നക്ഷത്രം. അതിൽ ധനുരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ പുതുവർഷത്തിൽ നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നല്ലവണ്ണം ചിന്തിച്ച് ക്ഷമാശീലത്തോടു കൂടിയിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് ചെയ്യേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ഈ സമയത്ത് ആരോഗ്യ പരിപാലനത്തിനും ജീവിത അനുഷ്ഠാനങ്ങളും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് മെയ് മാസം 14-ാം തീയതി വരെ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള 6-ാം ഭാവത്തിൽ നിൽക്കുന്നതും 6-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഈ വ്യാഴം 12-ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് നോക്കുന്നത് അനുകൂലമായിട്ട് കാണുന്നില്ല. ഈ സമയത്ത് സുഖസ്ഥാനമായിട്ടുള്ള 4-ാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതും അനുകൂലമായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടി മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് വർഷാരംഭത്തിൽ. പ്രത്യേകിച്ച് ചിലവ് വർധനവിന് കൂടുതലായിട്ടും സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയങ്ങളിൽ. എന്നാലോ മെയ് മാസം 14-ാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിവർത്തി സ്ഥാനത്തേക്ക് വരികയും നിവർത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട്
ജന്മരാശിയിലേക്ക് ഈ വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി വരുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരിപാലനത്തിലും സന്താനഭാവങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും കുടുംബത്തിലും എല്ലാം തന്നെ ഐശ്വര്യവും അഭിവൃദ്ധിയും മനസ്സന്തോഷവും എല്ലാം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ ആശയങ്ങളെല്ലാം മനസ്സിൽ തോന്നുകയും അതുമൂലം കർമ്മസംബന്ധമായിട്ട് പരിവർത്തനങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട്. ഈ സമയത്ത് ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു കാര്യം, മാർച്ച് മാസം 29-ാം തീയതിക്ക് ശേഷം ശനീശ്വരനാണെങ്കിൽ കണ്ടകശനിയായിട്ട് മീനം രാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. കഴിവതും ഈ ഒരു സമയത്ത് അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്. കൂടാതെ വാക്കുകൊണ്ടായാലും കുടുംബജീവിതത്തിലായാലും ധനപരമായിട്ടായാലും കൂടുതലായിട്ടും ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. അതുകൊണ്ട് ഈ സമയത്ത് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്. വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവാനെ പുരുഷ സൂക്തം അർച്ചന ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമാർച്ചന ചെയ്യുന്നതും വളരെ ഉചിതമാണ്. മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ വർഷാരംഭത്തിൽ, അതായത് മാർച്ച് മാസം 29-ാം തീയതി 7:30 ശനി പൂർണ്ണമായിട്ടും അവസാനിക്കുകയാണ്. ഈ ശനീശ്വരൻ 3-ാം ഭാവമായിട്ടുള്ള സഹായസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുകയും ഈ സമയത്ത് സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ 5-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഭാഗ്യസ്ഥാനത്തേക്കും ലാഭസ്ഥാനത്തേക്കും നോക്കുന്നതിനാൽ വർഷത്തിൻ്റെ ആരംഭത്തിൽ ആരോഗ്യസ്ഥിതി പൊതുവെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും സന്താനഭാവങ്ങളിലായാലും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും കൂടുതലായിട്ടുള്ള ആത്മബന്ധത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. ഭൂമി സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്ന ഒരു സമയം കൂടിയാണ് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ. തൊഴിൽപരമായിട്ടായാലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിലോ വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ്. ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങളും കാണുന്നുണ്ട്. ഈ ഒരു വർഷത്തിൻ്റെ ആരംഭത്തിൽ ഈ ഗുണഫലങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ മെയ് മാസം 14-ാം തീയതി മുതൽ ഒക്ടോബർ മാസം 19-ാം തീയതി വരെ 6-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദൈനംദിന ജീവിതത്തിലെ ശ്രദ്ധയും ഈശ്വരാനുഗ്രഹവും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ശ്രദ്ധയും ജാഗ്രതയും വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. എന്നാലോ ഈ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഒക്ടോബർ മാസം 19-ാം തീയതിക്ക് ശേഷം ഉച്ചബലത്തോടു കൂടിയിട്ട് കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് എല്ലാവിധ സൗഭാഗ്യങ്ങളോടും കൂടിയിട്ട് വളരെ ഐശ്വര്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് മകരം രാശിയിൽ ജനിച്ചവർ ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിലെ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും സഹസ്രനാമാർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിട്ട് കാണുന്നു.